സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. രാവിലെ 7 മണിക്ക് പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് സ്ഥാനം ഏറ്റെടുത്തത്. കൂത്തുപറമ്പ് വെടിവയ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് റവാഡ ചന്ദ്രശേഖർ ഇന്നും മറുപടി പറഞ്ഞില്ല. അതിനിടെ ചുമതല ഏറ്റെടുത്ത ശേഷം പുതിയ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകൻ അല്ലാത്ത ഒരാൾ പോലീസ് മേധാവിയുടെ അടുത്തേക്ക് കടലാസുകളുമായി ചെന്ന് പരാതി ഉന്നയിക്കുകയായിരുന്നു. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും വിടുതൽ നേടിയ റവാഡ ചന്ദ്രശേഖർ കേരളത്തിലെത്തിയത് ഇന്ന് പുലർച്ചെ. രാവിലെ 7 മണിക്ക് പോലീസ് ആസ്ഥാനത്ത് ADGPമാർ ചേർന്ന് റവാഡ ചന്ദ്രശേഖറെ സ്വീകരിച്ചു. പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതലയുള്ള H. വെങ്കടേശനിൽ നിന്നും അധികാരമേറ്റെടുത്തു. ലഹരിമരുന്ന് വ്യാപനം, ഗുണ്ടകളുടെ വിളയാട്ടം, രണ്ടിലും നടപടി കടുപ്പിക്കുമെന്ന് ആദ്യ ദിവസം തന്നെ റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി. കൂത്തുപറമ്പ് വിവാദത്തിൽ പക്ഷേ മറുപടിയില്ല. പോലീസ് മേധാവിയുടെ ആദ്യ വാർത്താ സമ്മേളനത്തിനിടെ ചില നാടകീയ സംഭവങ്ങളും അരങ്ങേറി. മാധ്യമപ്രവർത്തകർക്കൊപ്പം ഇരിപ്പുറപ്പിച്ച മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ബഷീർ എന്നയാളാണ് DGPക്ക് നേരെ ചോദ്യങ്ങളുമായി രംഗത്തെത്തിയത്. 30 വർഷം സേവനമനുഷ്ഠിച്ചിട്ടും പല പരാതികളുമുണ്ടെന്നും അതൊക്കെ പറഞ്ഞിട്ടും ഫലമുണ്ടായില്ലെന്നുമായിരുന്നു ആവശ്യം. 30 വർഷം കാക്കിയിട്ട് അനുഭവിച്ച ഒരുപാട് വേദനയോട് പറയാം. ഇത്ര കാലം 30 കൊല്ലം ഞാൻ അനുഭവിച്ച വേദന ഞാൻ മീഡിയന്റെ വക്തവാ. മറുപടി കാര്യങ്ങൾ പിന്നീട് പരിശോധിക്കാമെന്ന് പറഞ്ഞാണ് DGP ഇയാളെ മടക്കി അയച്ചത്. ഗുരുതര സുരക്ഷാ വീഴ്ചയെന്നാണ് വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തും. അതിനിടെ കൂത്തുപറമ്പ് വിവാദം ഇപ്പോഴും തുടരുകയാണ്. CPIM നേതാക്കൾ ന്യായീകരണവും തുടരുന്നു. കണ്ണൂരിൽ നടക്കുന്ന സർക്കാരിൻ്റെ മേഖലാ അവലോകന യോഗമാണ് DGP പങ്കെടുത്ത ആദ്യ ഔദ്യോഗിക പരിപാടി. സലിം മാലിക്, 24, തിരുവനന്തപുരം.